നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോരിച്ചോരുന്ന മഴയത്തും ആവേശക്കടൽ ഇരമ്പി നിലമ്പൂരിനെ ഇളക്കിമറിച്ച് കൊട്ടിക്കലാശം, കരുത്തുകാട്ടി മുന്നണികൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷം. ടെൽ അവീവിൽ ഇറാന്റെ തിരിച്ചടി. മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ. MSCL സാത്രി കപ്പൽ അപകടത്തിൽ നിർണായക നീക്കവുമായി കൊച്ചി കോസ്റ്റൽ പോലീസ്. നാവികരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. ഷിപ്പ് മാസ്റ്റർ അടക്കം 5 പേരുടെ പാസ്പോർട്ടാണ് കോസ്റ്റൽ പോലീസ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. 2 ജില്ലകളിൽ റെഡ് അലേർട്ട്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്തും ആവേശം ഒട്ടും ചോരാതെ നിലമ്പൂരിൽ ആവേശക്കടലിരമ്പി. 23 ദിവസത്തെ പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് അന്ത്യമായത്. നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം ബുധനാഴ്ച നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. അത്യന്തം വാശിയേറിയ തിരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയിലും നിലമ്പൂരിനെ ആവേശത്തിലാക്കിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ വരെ UDFനും, ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ സഫ ഗോൾഡ് ജ്വല്ലറി വരെ NDAയും, മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ സ്റ്റേഷൻ പടി വരെ LDFും, നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ PV അൻവറും, താഴെ ചന്തക്കുന്നിൽ STPയും പരസ്യ പ്രചരണം നടത്തി. ഈ കേരളത്തിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാക്കുന്ന മതേതര ഭാരതത്തിന്റെ അഭിമാന ചിഹ്നമായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 8 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി ഉച്ചവരെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വോട്ടർമാരെ നേരിട്ട് കണ്ടു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലിയിലും പങ്കെടുത്തു. BJP സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വോട്ട് ചോദിച്ചു. PV അൻവർ വ്യക്തിപരമായിട്ടുള്ള വോട്ട് ചോദിക്കലാണ് ആസൂത്രണം ചെയ്തത്. ഈ ദിവസങ്ങളിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ തമ്പടിച്ച ഇടത് സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്തിയിരുന്നു. UDFന്റെ പ്രചാരണ പരിപാടികൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. ACC ജനറൽ സെക്രട്ടറി വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധിയായിരുന്നു UDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ. CPMന്റെ പ്രമുഖ നേതാക്കൾ, മന്ത്രിമാർ, ഘടകകക്ഷികൾ, നേതാക്കൾ എന്നിവരടങ്ങുന്ന വലിയൊരു നിര തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. CPMലെ യുവമുഖമായ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വലിയ ആവേശമാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF ബഹുദൂരം മുന്നിലായിരുന്നു. UDFലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കാനായതും പ്രതീക്ഷിച്ചതിൽ നിന്നും ഭിന്നമായ കോൺഗ്രസിൽ രൂപം കൊണ്ട ഐക്യവും മണ്ഡലത്തിൽ വിജയപ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുപോലെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. M സ്വരാജിനെ ഇറക്കി പാർട്ടി ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും വഴി മണ്ഡലം നിലനിർത്തുകയെന്നതാണ് CPMന്റെ ലക്ഷ്യം. പ്രതികൂല കാലാവസ്ഥയിലും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇരു മുന്നണികളുടെ മുന്നിലുള്ള വെല്ലുവിളി. മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച അൻവർ പിണറായിസം അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ പ്രചാരണായുധം. M5 ന്യൂസ്, മലപ്പുറം. പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണ് CPM തിരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയതയാണ് CPMന്റെ തുറുപ്പ് ചീട്ടെന്നും അത് നിലമ്പൂരിൽ വില പോവില്ലെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി തിരുകേശം പരാമർശം നടത്തി. നിലമ്പൂരിൽ അത് പറയില്ല, അതിനുള്ള ധൈര്യമുണ്ടോ എന്നും സതീശൻ ചോദിച്ചു. UDF ഉയർത്തിയത് രാഷ്ട്രീയ വിഷയങ്ങളാണെന്നും പ്രതിപക്ഷം ഉയർത്തിയ 7 ജനകീയ പ്രശ്നങ്ങൾക്ക് LDF മറുപടി പറഞ്ഞില്ലെന്നും VD സതീശൻ ആരോപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു CPMും LDFും അവലംബിച്ചത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത LDFന്റെ ആളുകളും ശ്രമിച്ചത്. ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സലാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വരുന്ന ഏത് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടികളും ഏത് രാജ്യദ്രോഹ സംഘടനകളുമായി കൂട്ടുപിടിക്കുമെന്നതിന്റെ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ NDA ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകും. മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ നിലമ്പൂരിൽ NDAക്ക് അനുകൂലമായി NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും.
നിലമ്പൂരിൽ വാഹന പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടി. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ് റിപ്പോർട്ട് തേടിയത്. കണ്ണൂർ സ്വദേശി AM ഹമീദ് കുട്ടി നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ജനപ്രതിനിധികളുടെ പദവി റദ്ദാക്കണം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് കുറ്റകൃത്യമാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അറിയാവുന്ന ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിച്ച ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെയും ഷാഫി പറമ്പിൽ MPയുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത്. നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി പുറത്തേക്കെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർക്കുകയായിരുന്നു. M5 ന്യൂസ് മലപ്പുറം. പൊതുതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് മുൻ MLAയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കി ഭവന സന്ദർശനം മാത്രമാക്കി ചുരുക്കാൻ തീരുമാനിച്ചതിനു ശേഷം അൻവറിന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. സമസ്ത EK വിഭാഗത്തിന് മണ്ഡലത്തിലുള്ള ശക്തമായ സ്വാധീനവും സമസ്തയ്ക്കുള്ളിലെ വളർന്നുവരുന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ വോട്ടുമാണ് അൻവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിലയിരുത്തൽ. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് ജിഫ്രി തങ്ങളെ കണ്ടത്. സമയം അമൂല്യമെന്നും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി കണക്കിലെടുക്കുന്നുവെന്നും പറഞ്ഞാണ് അൻവർ കൊട്ടിക്കലാശം ഒഴിവാക്കിയത്. ആ സമയം ഭവന സന്ദർശനങ്ങൾ നടത്താനാണ് അൻവറിന്റെ പദ്ധതി. M5 ന്യൂസ് മലപ്പുറം. BLM സൊസൈറ്റിയുടെ 128ാമത് ശാഖ തൃശൂരിലെ മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ജോയ് കോംപ്ലക്സിൽ ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനം BLM സൊസൈറ്റി വൈസ് പ്രസിഡന്റ് A വേദവ്യാസൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 128ാമത് ശാഖയാണ് മുണ്ടൂരിലെ ജോയ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശാഖയുടെ ഉദ്ഘാടനം BLM സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ നിർവഹിച്ചു. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി 2006-ൽ R പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച BLM സൊസൈറ്റി കഴിഞ്ഞ 21 വർഷ കാലയളവിൽ മികച്ച നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സൊസൈറ്റിക്ക് 10 ലക്ഷത്തിലധികം മെമ്പർമാരാണുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സഹകരണ പ്രസ്ഥാനമെന്ന നിലയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ഏറെ സ്വീകാര്യതയും വിശ്വാസ്യതയും നേടിയെടുക്കാൻ BLMന് കഴിഞ്ഞു. ഹൗസിംഗ് ഡെവലപ്മെന്റ്, ലാൻഡ് ഡെവലപ്മെന്റ്, BLM ട്രാൻസ്പോർട്ട്, BLM IT പാർക്ക്, BLM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, BLM ഹെൽത്ത് സെക്ടർ, സിവിൽ സപ്ലൈസ്, സിമന്റ്, BLM കോളേജ്, BLM രാഗം തിയേറ്റർ തുടങ്ങി വിവിധ മേഖലകളിലാണ് BLM വിജയകരമായി പ്രവർത്തിച്ചു വരുന്നത്. മുണ്ടൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ VK സിബി അധ്യക്ഷത വഹിച്ചു. PRO VP സൈദലവി, DGM ജ്യോതി പ്രകാശ്, AGMമാരായ നിതീഷ്, പ്രസന്നൻ, മോഹനൻ എടത്തനാട്ടുകര, മില്ലി റാണി, മാനേജർ M പങ്കജവല്ലി, റീജിയണൽ ഹെഡ് PK വർഗീസ്, പ്രോഗ്രാം കൺവീനർ CT വിൽസൺ, KO ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. 2005-ൽ ബ്രാഞ്ചുകളുടെ എണ്ണം 150 ഉയർത്തുമെന്ന് BLM ഫൗണ്ടർ കൂടിയായ R പ്രേംകുമാർ അറിയിച്ചു. ബിസിനസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ടെല്ലവീവും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രസ്താവനയിൽ ട്രംപ് ഒപ്പിട്ടില്ല. 5ാം ദിവസവും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കുന്ന പക്ഷം സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ആധുനിക കാല ഹിറ്റ്ലറാണ് ഖമേനിയെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നും നെതന്യാഹു ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. 600 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും കോമയിലേക്ക് മാറ്റി. ഉർമിയിൽ നിന്നും 110 വിദ്യാർത്ഥികളെ അർമേനിയൻ അതിർത്തിയിലേക്കും മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ടെഹ്റാനിൽ ജോലി ചെയ്യുന്നത് 10,000-ഓളം ഇന്ത്യക്കാരാണ്. ഇറാനിലെ ഇന്ത്യക്കാർക്കായി വിദേശകാര്യ മന്ത്രാലയം ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങി.
ഇന്നലെ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനവും ടെഹ്റാനിലെ വിവിധയിടങ്ങളും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇസ്രായേലിലെ ടെൽ അവീവും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ അടിയന്തരമായി ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് G7 രാജ്യങ്ങൾ സംഘർഷത്തിന് അയവ് വരുത്തണമെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള പിന്തുണ ഞങ്ങൾ ആവർത്തിക്കുന്നു, G7 നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാന് ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ലെന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിലെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വിപണി സ്ഥിരത സംരക്ഷിക്കുന്നതിന് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഏകോപിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച ആരംഭിച്ച ഉച്ചകോടിക്ക് ഇന്ന് സമാപനമായി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ മടങ്ങി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് എത്രയും വേഗം ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നു, അവർ അത് ചെയ്തില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇസ്രായേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലോക ഗുണ്ടയും. ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന്റെ അമ്മാവനാണ്. ഇരുവരും യുദ്ധത്തെ ബിസിനസ്സായാണ് കൊണ്ട് നടക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പത്തനംതിട്ട സ്വദേശി രഞ്ജിതയെ അധിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി K രാജൻ. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. നടപടിയുടെ ഭാഗമായി പവിത്രന് മെമ്മോ നൽകും. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടായ പവിത്രൻ നിലവിൽ സസ്പെൻഷനിലാണ്. പിന്നാലെയാണ് സർവീസ് റൂൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. ജാതിവിരുദ്ധവും കടുത്ത സ്ത്രീവിരുദ്ധവുമായ പരാമർശമാണ് ഫേസ്ബുക്ക് കമന്റിലൂടെ ഇയാൾ രജിതയ്ക്കെതിരെ നടത്തിയത്. പിന്നാലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പവിത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹീനമായ നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മന്ത്രി രാജൻ പ്രതികരിച്ചു. മനുഷ്യത്വരഹിത നടപടിയെന്നായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ സാധിക്കുക എന്നും ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. നേരത്തെ റവന്യൂ മന്ത്രി ആയിരുന്ന ചന്ദ്രശേഖരനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചതിന് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. M5 ന്യൂസ്, തിരുവനന്തപുരം. എയർ ഇന്ത്യ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട BJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഡോക്ടറും ആരോഗ്യ സംരംഭകനുമായ ഷംസീർ വയലിൽ 1 കോടി രൂപയാണ് സാമ്പത്തിക സഹായം. പരിക്കേറ്റവർക്കും കുടുംബാംഗങ്ങളെ നഷ്ടമായ ഡോക്ടർമാർക്കും 20 ലക്ഷം രൂപ ധനസഹായം നൽകും. 6 കോടി രൂപയുടെ സാമ്പത്തിക സഹായ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. നിരോധിത ബെറ്റിംഗ് ആപ്പുകളിലെ പരസ്യങ്ങളിൽ അഭിനയിച്ചതിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ ED അന്വേഷണം. ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന എന്നിവരെയാണ് ED ചോദ്യം ചെയ്തത്. 1xBet ഉൾപ്പെടെയുള്ള ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ടാണ് താരങ്ങളെ ചോദ്യം ചെയ്തത്. 27,000 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിൽ 1xBet എന്ന വ്യാജ പേരിൽ പരസ്യ ക്യാമ്പയിനുകൾ നൽകി ഒറിജിനൽ സൈറ്റിലേക്ക് ആളുകളെ എത്തിക്കുന്ന തരത്തിലായിരുന്നു തട്ടിപ്പ്. ഇതിനായി QR കോഡുകളും നൽകിയിരുന്നു. രാജ്യത്തെ നിയമങ്ങൾ വകവെക്കാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ED വിമർശിച്ചു. ഇത്തരം തട്ടിപ്പ് വാതുവെപ്പ് കമ്പനികൾക്ക് വേണ്ടിയാണ് ക്രിക്കറ്റ് സൂപ്പർ താരങ്ങൾ മോഡലുകളായി എത്തുന്നത്. ഗെയിം പ്ലാറ്റ്ഫോമുകൾ എന്ന പേരിലാണ് വാതുവെപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. യുവരാജ് സിംഗ് മോഡലായിരുന്ന 1xBet വാതുവെപ്പ് ആപ്പിലൂടെ നിരവധി ആളുകൾ തട്ടിപ്പിനിരയായിരുന്നു. വലിയ തോതിലുള്ള പ്രചാരണമാണ് ഇത്തരം ചൂതാട്ട വെബ്സൈറ്റുകൾക്ക് ലഭിക്കുന്നത്. സിനിമാ താരങ്ങളായ സോനു സൂദ്, ഉർവശി റൌട്ടാല എന്നിവർക്കെതിരെയും ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയ MSCL സത്രി കപ്പലിനെതിരെ നിർണായക നീക്കവുമായി കോസ്റ്റൽ പോലീസ്. കപ്പലിന്റെ മാസ്റ്റർ അടക്കം 5 നാവികരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. നാവികർ കൊച്ചിയിൽ നിരീക്ഷണത്തിൽ തുടരുന്നതിനിടെയാണിത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഫോർട്ട് കൊച്ചി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കപ്പൽ ഉടമകൾക്കെതിരെയും ക്യാപ്റ്റനെതിരെയും കേസെടുത്തിരുന്നത്. അതിന്റെ തുടർ നടപടിയായാണ് നാവികരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. കപ്പൽ കമ്പനിയിൽ നിന്ന് വിവരങ്ങളും കോസ്റ്റൽ പോലീസ് തേടിയിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ അടക്കം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്.
കടലിൽ മുങ്ങിയ MSC എൽസ 3 ഫീഡർ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളായിരുന്നു. ഇവയിൽ 40 എണ്ണമാണ് കടലിൽ പോയത്. ഇതിൽ 13 എണ്ണം അപകടകരമായ ചരക്കുകളാണ്. 12 എണ്ണം കാൽഷ്യം കാർബൈഡ്, 84.44 മെട്രിക് ടൺ ഡീസലും 367.1 ടൺ ഫർണസ് ഓയിലും ഫീഡർ കപ്പൽ വഹിച്ചിരുന്നു. M5 ന്യൂസ്, കൊച്ചി. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം. സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ സ്കൂൾ കവാടത്തിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവത്തിന് തുടക്കം. സ്കൂൾ വിട്ട സമയത്ത് സ്കൂളിലെ ടീച്ചർ ഓടിച്ച കാർ 10ാം തരം വിദ്യാർത്ഥിയുടെ കാലിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലിന്റെ എല്ലിൽ 3 പൊട്ടലുണ്ടായതിനാൽ തുടർ ചികിത്സയ്ക്ക് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ അധ്യാപകരോ വിദ്യാർത്ഥിയെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച പ്രതിഷേധവുമായി എത്തിയത്. ഇതിനിടെ കുട്ടിയുടെ ചികിത്സ ചിലവ് ആവശ്യപ്പെട്ട രക്ഷിതാക്കളും സ്കൂളിൽ എത്തുകയും ചെയ്തു. രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെന്റും നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധവും കെട്ടടങ്ങിയത്. M5 ന്യൂസ്, മലപ്പുറം. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഒളിവിലായിരുന്ന 2 പോലീസ് ഡ്രൈവർമാർ കസ്റ്റഡിയിൽ. ഡ്രൈവർമാരായ ഷൈജിത്ത്, സന്നിത്ത് എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നടത്തിപ്പുകാരന്റെ കയ്യിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം വന്നതായും കണ്ടെത്തിയിരുന്നു. താമരശ്ശേരി പോരങ്ങാട് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. എന്റർടൈൻമെന്റ്. പോസിറ്റീവ് റിവ്യൂ നൽകാൻ പണം ആവശ്യപ്പെട്ട ഓൺലൈൻ റിവ്യൂവർക്കെതിരെ പോലീസിൽ പരാതി നൽകി വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ. പണം നൽകിയില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി. വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമയുടെ പ്രമോഷന് പണം നൽകണമെന്നും തന്നില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നു. എന്നാൽ പണം നൽകാത്തതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് ബിജിത് വിജയൻ എന്ന ആൾക്കെതിരെയും സിനിഫൈൽ എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെതിരെയും വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ അണിയറ പ്രവർത്തകർ പരാതി നൽകി. പാലാരിവട്ടം പോലീസിൽ മാനനഷ്ടത്തിനാണ് കേസ് നൽകിയതെന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ വിപിൻ ദാസ്, ഡയറക്ടർ N വിപിൻ എന്നിവർ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, M5 ന്യൂസ്. മലയാള സിനിമ തന്നെ അവഗണിച്ചുവെന്ന് നടി അനുപമ പരമേശ്വരൻ. അനുപമയും സുരേഷ് ഗോപിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് നടി മലയാള സിനിമയിൽ നേരിട്ട അവഗണനകൾ തുറന്നു പറഞ്ഞത്. തുടർന്ന് നടിക്ക് പിന്തുണയുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. മലയാളിയുടെ പ്രിയ നടൻ സുരേഷ് ഗോപിയും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ അനുപമ പരമേശ്വരനും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് താരം തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന അവഗണനകളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഒരുപാട് പേരെന്നെ മലയാളത്തിൽ അവഗണിച്ചിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നായിരുന്നു അനുപമ പറഞ്ഞത്. പിന്നാലെ മലയാളത്തിൽ നിന്ന് അവഗണന നേരിട്ട് മറ്റു ഭാഷകളിൽ പോയി വിജയിച്ച നടിമാരുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി മറുപടി നൽകുകയും ചെയ്തു. അസിൻ, നയൻതാര ഇവരെല്ലാം ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ നിറഞ്ഞാടി. അത് തന്നെ അനുപമയുടെ കരിയറിലും സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി ആശംസിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, M5 ന്യൂസ്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നു. കാലവർഷം പെയ്തിറങ്ങിയപ്പോൾ കടൽ കലിതുള്ളി കടന്നു കയറിയത് പാവപ്പെട്ട കുറച്ച് മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കാണ്. ഇതുവരെ സ്വരുക്കൂട്ടിയതൊക്കെയും ഒരു നിമിഷം കൊണ്ട് കടലെടുത്തു. ഒരു റിപ്പോർട്ട്. ഹൃദയഭേദകമാണ് എനിക്കു പിന്നിലെ ഈ കാഴ്ച. കാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന നേർക്കാഴ്ച. കാലവർഷം പെയ്തിറങ്ങിയപ്പോൾ കടൽ കലിതുള്ളി കടന്നു കയറിയത് പാവപ്പെട്ട കുറച്ചു മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കാണ്. ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് കടലെടുത്തു. കാലങ്ങളായി കടലിന്റെ മക്കൾ നേരിടുന്ന ദുരിതക്കയത്തിൽ നിന്ന് ഇതുവരെ ഇവർക്ക് മോചനം കിട്ടിയിട്ടില്ല. കൂറ്റൻ തിരമാലകൾ കലിതുള്ളി തീരത്തേക്കടുക്കുമ്പോൾ രക്ഷപ്പെടാൻ ഉറപ്പുള്ള കടൽ ഭിത്തിയുമില്ല.
സ്വന്തം കാശുമുടക്കി തീരത്ത് താൽക്കാലിക തടയിടുക മാത്രമാണ് ഏക പോംവഴി. ഞായറാഴ്ച മുതൽ തുടങ്ങിയതാണ് ഈ കടൽക്ഷോഭം. അത് ഈ വള്ളം വെച്ച് ഞങ്ങൾ മണ്ണ് വാരിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ദിവസം വരെ ഞങ്ങൾ ഇതാക്കി വെച്ചത്. ഇപ്പോൾ ഇന്നലെ മുതൽ ഭയങ്കര ഇതായി, എൻ്റെ വള്ളമെല്ലാം മറിഞ്ഞുപോയി. ഇപ്പോഴും നമ്മൾ രാത്രിയാകുമ്പോൾ എണിച്ച് തന്നെ ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് തന്നെ നോക്കുന്നത്. നമുക്കിനി ഒരു വീട് വെക്കേണ്ട ഇതൊന്നും ഇല്ല, കപ്പാസിറ്റിയൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ഈ വീട് ഇതിനു വേണ്ടിയാണ് ഞാൻ പിന്നെ മണ്ണിറക്കി ചാക്കിൽ കയറ്റി ഇങ്ങനെ ഇതാക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ പടിവാതിക്കൽ പരാതിയുമായി കയറി ഇറങ്ങിയിട്ടും യാതൊരു സഹായക ഹസ്തവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ച 6 കിലോ അരിയോ 1000 രൂപയോ പോലും ഇതുവരെ കിട്ടിയിട്ടുമില്ല. മത്സ്യത്തൊഴിലാളികളില്ല, അവർക്ക് ഇവിടെ പോയാണ് ഉപജീവനം ചെയ്യുന്നത്. അപ്പോൾ അവർ വലിയ കഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഒരു 6 കിലോ അരിയും 1000 രൂപ എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞ് അതിന് കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല, കൊടുത്തില്ലെന്നാണ് അറിയാൻ പറ്റിയത്. കടൽ ആർത്തിരമ്പി തീരത്തേക്കടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കടലിന്റെ മക്കൾ. നിസ്സഹായരായ ഈ മനുഷ്യർക്ക് നേരെ അധികൃതർ ഇനിയും കണ്ണടച്ചാൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ ഒന്നടങ്കം സാക്ഷ്യം വഹിക്കേണ്ടി വരും. മഴയും മഴക്കെടുതികളും ഇനിയും വന്നേക്കാം. സൗജന്യ റേഷനോ പൈസയോ ഒന്നുമല്ല കടലിന്റെ മക്കൾക്ക് ആവശ്യം. ഉറപ്പുള്ള സംരക്ഷണ ഭിത്തികളാണ്. ഇല്ല എങ്കിൽ അവരുടെ ഉറപ്പുള്ള ഭിത്തികൾ ആഞ്ഞടിക്കുന്ന തിരമാലയിൽ കൂപ്പുകുത്തുന്നത് നമുക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ജോസ്ന തോമസ്, M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോരിച്ചോരുന്ന മഴയത്തും ആവേശക്കടൽ ഇരമ്പി നിലമ്പൂരിനെ ഇളക്കിമറിച്ച് കൊട്ടിക്കലാശം, കരുത്തുകാട്ടി മുന്നണികൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷം. ടെൽ അവീവിൽ ഇറാന്റെ തിരിച്ചടി. മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ. MSCL സാത്രി കപ്പൽ അപകടത്തിൽ നിർണായക നീക്കവുമായി കൊച്ചി കോസ്റ്റൽ പോലീസ്. നാവികരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. ഷിപ്പ് മാസ്റ്റർ അടക്കം 5 പേരുടെ പാസ്പോർട്ടാണ് കോസ്റ്റൽ പോലീസ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. 2 ജില്ലകളിൽ റെഡ് അലേർട്ട്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.